പ്രിയപ്പെട്ടവരെ, പൂർണ്ണ പബ്ലിക്കേഷൻസിനെ പ്രതിനിധീകരിച്ചാണ് ഈ വാർത്താ സമ്മേളനത്തിന് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, പൂർണ്ണയുടെ ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ നവംബർ മാസത്തിൽ 2 ദിവസമായിട്ട് മലബാർ പാലസിൽ നടക്കുകയുണ്ടായി. അന്ന് സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കൊടുത്തത് ശശി തരൂരിനായിരുന്നു. ഇത്തവണ ഒക്ടോബർ ആദ്യവാരം, അതായത് ബാലേട്ടൻ്റെ എൻ ഇ ബാലകൃഷ്ണമാരാർ, പൂർണ്ണയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന എൻ ഇ ബാലകൃഷ്ണമാരാരുടെ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒക്ടോബർ ആദ്യവാരമാണ് പൂർണ്ണ കൾച്ചറൽ ഫെസ്റ്റിവലിൻ്റെ 2nd സീസൺ ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. അതേ വെന്യൂ തന്നെയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയി വരുന്നതേ ഉള്ളൂ. അതിനുശേഷം അതിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ വർഷത്തെ പൂർണ്ണ കൾച്ചറൽ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവന പുരസ്കാരം MT വാസുദേവൻ നായർക്കാണ് നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ആ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പത്രസമ്മേളനം. സി രാധാകൃഷ്ണൻ, സാറാ ജോസഫ്, സേതു, ഈ 3 പേരടങ്ങുന്ന വിധി നിർണയ സമിതിയാണ് ഈ അവാർഡ് നിശ്ചയിച്ചത്. 1 ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. പൂർണ്ണ കൾച്ചറൽ ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ വെച്ചിട്ടായിരിക്കും ആ അവാർഡ് നൽകുക. അവാർഡ് ദാനത്തെക്കുറിച്ചിട്ടുള്ള, അവാർഡ് സമർപ്പണത്തെക്കുറിച്ചിട്ടുള്ള വിശദാംശങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഈ പത്രസമ്മേളനത്തിൽ പൂർണ്ണയുടെ മാനേജിംഗ് പാർട്ണർ NE മനോഹർ, ബാലേട്ടൻ്റെ മകൻ NE മനോഹർ വരേണ്ടതായിരുന്നു. അതിന് പെട്ടെന്നൊരാവശ്യം നേരിട്ടുകൊണ്ട് വരാനായിട്ട് സാധിച്ചില്ല. ഞാൻ ഈ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടറായിട്ട് ശ്രീകുമാർ, ഇതിൻ്റെ സംഘാടക സമിതി ചെയർമാൻ KS വെങ്കടാചലം എന്നിവരാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഈ അവാർഡിൻ്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉള്ളത്. പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അതിൻ്റെ പ്രോഗ്രാം ഫൈനലാവുന്ന മുറയ്ക്ക് വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തുന്നതായിരിക്കും. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, കഴിഞ്ഞ കൊല്ലത്തെ പൂർണ്ണ ഫെസ്റ്റിവലിന് പത്രക്കാർ തന്ന ഒരു സപ്പോർട്ട് വളരെ ഗംഭീരമായിരുന്നു. അതേമാതിരി തന്നെ ഇക്കുറത്തെ ഫെസ്റ്റിവലിനും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് ആണ് എനിക്ക് പ്രത്യേകിച്ച് ഈ കൾച്ചറൽ ഫെസ്റ്റിവലിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക്, ആഘോഷ സമ്മേളനത്തിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, MTയുടെ ആദ്യകാല പ്രസാധകൻ ശ്രീ ബാലകൃഷ്ണമാരായിരുന്നു. പിന്നീടാണ് വേറെ പ്രസാധകരൊക്കെ വരുന്നത്. അതും കൂടി, അതിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഇതിനുണ്ട്. എല്ലാവരുടെയും സഹകരണം ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. 4 കെട്ടും മഞ്ഞും ഒക്കെ ആദ്യം പ്രസിദ്ധീകരിച്ചത് പൂർണ്ണ പബ്ലിക്കേഷൻസ് ആണ്. ഇത്രയേ ഉള്ളൂ. ഒക്ടോബർ 4, 5 കേട്ടോ, മിക്കവാറും ആ ഡേറ്റിലായിരിക്കും ഫെസ്റ്റിവൽ ഉണ്ടാവുക. അതിൻ്റെ ഫൈനലായി കഴിയുമ്പോൾ നമ്മൾ വേറൊരു പത്രസമ്മേളനം മുഴുവനായിട്ടില്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാത്തത്. ഇല്ല, ആ ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് അവാർഡ് കൊടുക്കുക എന്ന് മാത്രമേ. അതെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. 4, 5 ഒക്ടോബർ 4, 5